നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഒരു മൂവ്മെന്റ് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിൽ തന്നെ നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ട്രേഡിംഗ് പ്ലാൻ നൽകിയിരുന്നു. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ നോക്കുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ക്യാൻഡിലാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ വലിയ സ്ട്രോങ് ആയിട്ടൊരു ബൈ മൊമെന്റം വന്നപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ഈ മൊമെന്റം സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇപ്പോൾ എപ്പോഴും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ മൊമെന്റത്തിന്റെ ആയാലും ആ ഒരു ബ്രേക്ക് ഔട്ടുകളല്ല ശരിക്കും നമുക്കത് വേണ്ടത്, ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ഇപ്പൊ എപ്പോഴും ബ്രേക്ക് ഔട്ടിലും കൂടുതൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഫാൾസ് ബ്രേക്ക് ഔട്ടുകളാണ്. ഇപ്പൊ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ബ്രേക്ക് ഔട്ട് ആണോ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്നത് മാർക്കറ്റിലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. പല മാർക്കറ്റ് സിറ്റുവേഷനും കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചതാണ് ഈ ഒരു മൊമെന്റം മുകളിലേക്ക് വരുമ്പോഴായാലും. പക്ഷെ ഈ ഒരു ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഒന്ന് ബൗൺസ് ഒക്കെ ചെയ്തിരുന്നത്. രാവിലത്തെ ആ ഒരു രാവിലത്തെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ, ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായാലും നിഫ്റ്റി നോക്കുക ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു വർക്കിംഗ് നോക്കുക, ഒരു സപ്പോർട്ടിൽ നിന്നാണ് തുടക്കത്തിലൊന്ന് ബൗൺസ് ചെയ്തത്. അതായത് 22,195 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നമുക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു മൊമെന്റ് ആയാലും ഈ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് തുടക്കത്തിൽ തന്നിരുന്നത്. നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ് 22,200 നമുക്ക് എങ്ങനെയാണ് നമുക്കത് മാനേജ് ചെയ്യേണ്ടത്. അത് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ആദ്യത്തെ ഒരു മൊമെന്റം എക്സാക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത് പോയി. അതിനുശേഷം വീണ്ടും അവസാനത്തെ ഒരു സെക്ഷനിലായാലും നമുക്ക് ഒരു നല്ലൊരു സെല്ല് ആക്റ്റീവ് ആയിരുന്നു. വലിയൊരു ഫാൾ, വളരെ ക്വിക്കായിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു വലിയൊരു ഫാൾ വന്നത്. അപ്പോൾ പൊസിഷൻ കൈവശം വെച്ച് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചായിരുന്നു, ഒരു കാരണവശാലും പൊസിഷൻസ് ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യരുത്. കാരണം ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്താനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. അതിനുശേഷമായിരുന്നു നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് കണ്ടിരുന്നത്. പക്ഷെ ക്ലോസിങ്ങിലായാലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയുന്ന രീതിയിലാണ്, സ്റ്റിൽ പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഈ ഒരു മൊമെന്റം നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന ആ ഒരു ഏരിയ തന്നെയാണ് 22,010. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നിഫ്റ്റി അവസാനത്തെ ഒരു സെക്ഷനിലായാലും ഒരു ബൗൺസ് ചെയ്ത് അതിൻ്റെ ഒരു മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്ലോസിങ് നിലനിർത്തിയാലാണ്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു, ക്ലോസിങ് നിലനിർത്തിയാലാണ് അടിയിലേക്കുള്ളൊരു ഫാൾ ആക്റ്റീവ് ആകുന്നത്. 21,900 800 ലെവലിന്റെ അടുത്തേക്ക് നിഫ്റ്റി വളരെ ഈസി ആയിട്ട് എത്തും. അതിനുശേഷം അതിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ട് 21,800 അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത്. പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാം. ഈ മൊമെന്റ് സ്റ്റിൽ പോസിറ്റീവ് മൊമെന്റ് ആണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഏതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഏതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ. അപ്പോൾ നിഫ്റ്റിയിലായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ലോവർ ലെവൽ സപ്പോർട്ട്, നിഫ്റ്റി സ്റ്റിൽ ബൈസിന്റെ ലെവലിൽ തന്നെയാണ്. ഇന്നത്തെ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്നുള്ള ഒരു പ്രഷറാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് നിലനിർത്തിയ കുറച്ചധികം വീക്ക്നെസ് ആകും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്നൊക്കെ പറയാൻ സാധിക്കില്ല. സപ്പോർട്ടുകളുണ്ട് 21,820, 800 ഈ ലെവലിലൊക്കെ സപ്പോർട്ടുകളാണ്. 800 സപ്പോർട്ടുകളൊക്കെ എത്തുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈര
ഒരു സെന്റിമെന്റിൽ ഈ ലോവർ ലെവലിൽ ഈ രണ്ട് സപ്പോർട്ടും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഇൻ കേസ് 820 താഴത്തേക്ക് പോയാൽ 820 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ്, ഈ ക്യാൻഡിലെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹയർ ലെവലും റെസിസ്റ്റൻസുകൾ ഉണ്ട്. 22,200 ഈ ഒരു ലെവല് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ 22,160 റെസിസ്റ്റൻസ് ആണ്, 22,095 റെസിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു ലെവലാണ് ഞാൻ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,095 മുകളിലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ നെക്സ്റ്റ് ഡേയിലൊക്കെ റെസിസ്റ്റൻസ് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സേഫ് ആണ്. 22,160 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇതും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ 22,200 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,160 അടുത്താണെങ്കിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി റെസിസ്റ്റൻസിന്റെ താഴെ ഇതുകൊണ്ട് കിട്ടും. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,095 ഹോൾഡ് ചെയ്തിട്ട് നോക്കുക. ഇതും ബ്രേക്ക് ചെയ്താൽ 22,010 ഇതാണ് ലോവർ ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് വരുന്നത്. ഇതും ബ്രേക്ക് ചെയ്ത സപ്പോർട്ടുകൾ ഉണ്ട്. ബൈല് സ്റ്റിൽ ബൈല് നിലനിൽക്കുന്നുണ്ട്. അതായത് ക്ലോസിങ്ങിന്റെ താഴത്തേക്ക് മാർക്കറ്റ് നടത്തിയിട്ടില്ല, നിഫ്റ്റി നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് 950 ബൗൺസ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ക്യാൻഡിലെങ്കിലും അതിന്റെ ഒരു മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ വരെ നോക്കുക. അവസാനത്തെ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന് എക്സാക്ട് ആയിട്ടുള്ള നല്ല ബൈർ ഓപ്പർച്യൂണിറ്റി അവസാനത്തെ ഒരു സെക്ഷനിൽ കിട്ടി. അപ്പൊ അതേപോലെ തന്നെയാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. 22,010 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത സ്ട്രോങ് ആണ്. 22,095 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത സ്ട്രോങ് ആണ്. പക്ഷെ തിരിച്ച് ഇതിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളായാലും സ്റ്റിൽ ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ, റൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് മൂവ്മെന്റ് ഒക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടിന് എക്സാക്റ്റ് ആയിട്ട് ഒരു ബൗൺസ് മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആക്യുറസിയിൽ നമുക്ക് റോങ് ട്രേഡുകൾ വരാത്ത രീതിയിൽ ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊരു ന്യൂസ് നോക്കാലും എന്തൊരു ഫണ്ടമെന്റൽ എന്ത് കാര്യങ്ങൾ നോക്കാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടെ മിക്സ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രെൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിലെ ലെവൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 47,140 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ചെറിയ ടൈം ഫ്രെയിലും വലിയ ടൈം ഫ്രെയിലും വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സപ്പോർട്ട് എത്തുമ്പോൾ ശ്രദ്ധിക്കണം. 47,020 കൂടി സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന 47,020 ഹോൾഡ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി ക്വിക്കായിട്ട് അടുത്ത റെസിസ്റ്റൻസ് ലെവലിൽ കിട്ടും. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്തതിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുമെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ 46,800 ആണ്. അതിന് താഴെ 46,800 നല്ല സപ്പോർട്ടാണ്. ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ട് ഏതാണോ, ഇൻ കേസ് 46,920 സപ്പോർട്ടാണെങ്കിൽ അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്കാണ് സാധ്യത കൂടുതൽ. 46,665 ലോവർ ലെവലിലെ സപ്പോർട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വിലയേറെ ഷെയർ കൊടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.